KPCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ച അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണ പിണറായി സർക്കാർ വരുന്നതിനായി വോട്ട് ചെയ്യണമെന്ന് വിനോദ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നതായും അറിയിപ്പ്. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, KPCC സെക്രട്ടറിയാണ് ഈ അവസാന നിമിഷം പിണറായി വിജയന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. താൻ സ്വയം രാജിവെക്കുന്നു എന്ന് പറയുകയാണ്. രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹം പുറത്താക്കപ്പെടുമെന്നുള്ളത് ഉറപ്പുമാണ്. എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു തോന്നൽ? അനുജ, തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് രാജിക്കത്ത് അത് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർക്ക് അഡ്വക്കേറ്റ് DV വിനോദ് കൃഷ്ണ അയക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് പിണറായി സർക്കാർ വരുന്നതിനായി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തനിക്കും പിണറായി സർക്കാർ വരുന്നതിനായി വോട്ട് ചെയ്യണം, അതുകൊണ്ട് KPCC സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നതായും ഒരു അറിയിപ്പുണ്ട്. ഈ രാജിക്കത്തിലടക്കം ഇത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഈ രാജിക്കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദിവസങ്ങൾ കഴിയുന്തോറും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രാതിനിധ്യം അതുപോലെ തന്നെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു. അതുപോലെ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല. വയനാട് ഫണ്ട് വിഷയത്തിൽ വലിയ തരത്തിലൊരു വീഴ്ച കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അതുപോലെ നേരത്തെ തന്നെ കോൺഗ്രസ് നേരിട്ടിരുന്ന K കരുണാകരൻ സ്മാരകം പണിയാത്തതിലുള്ള വിമർശനങ്ങൾ, അതുപോലെ തന്നെ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കാത്ത അല്ലെങ്കിൽ ഈ വയനാട് പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിച്ചു കൊടുക്കാത്തതിനുള്ള വിമർശനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് രാജിവെക്കുന്നത് എന്നുള്ളതാണ് ഈ രാജിക്കുറിപ്പിൽ പറയുന്നത്. അതുപോലെ തന്നെ താൻ നാളെ പിണറായി സർക്കാർ വരുന്നതിനായി, പിണറായി സർക്കാർ മൂന്നാം തവണയും വരും, അതിനായി തന്റെ ഒരു പങ്കാളിത്തവും ഉണ്ടാവും, അതിനായി വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത് DV വിനോദ് കൃഷ്ണയെ പുറത്താക്കുമെന്നുള്ളതാണ്. രാജിക്കത്ത് നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും രാജിക്കത്ത് അയച്ചു, രാഹുൽ ഗാന്ധിക്ക് അടക്കം അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് DV വിനോദ് കൃഷ്ണ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദ് കൃഷ്ണ എന്തായാലും പോകുന്നതിന് മുമ്പ് തന്നെ ചിന്തിച്ചു വെച്ചിരുന്നു എങ്ങോട്ട് പോകണമെന്ന്. രാജിവെക്കുന്നു, പിണറായി സർക്കാരിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.